ഇപ്പോൾ ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ എന്തിനാണ് പോകുന്നത്? ഈ ഇടപാട് നടന്നത് റിയാസിൻ്റെ വിവാഹത്തിൻ്റെ എത്ര മുമ്പാണ്? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. വിവാഹം നടക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് നടന്ന ഈ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ നടത്തുന്നത്. ഇപ്പോൾ റിയാസിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുക. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന സഖാവ് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടത്തുന്ന വാർത്ത നിങ്ങളൊക്കെ കണ്ടു കാണും. ഈ ഇന്ത്യയിലെ EDയുടെ ഒരു ഇടപെടൽ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മൾ പരിശോധിച്ചാൽ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. എതിരാളികളെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തി അതിനുവേണ്ടി EDയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഒക്കെ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ എന്തിനാണ് പോകുന്നത്? ഈ ഇടപാട് നടന്നത് റിയാസിൻ്റെ വിവാഹത്തിൻ്റെ എത്ര മുമ്പാണ്? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. വിവാഹം നടക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് നടന്ന ഈ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളാണ് ഇപ്പോൾ അന്വേഷണമൊക്കെ നടത്തുന്നത്. ഇപ്പോൾ റിയാസിൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുക. എന്തിനാ ഇത്? സംഘപരിവാരത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നടത്തുന്ന, നേരത്തെ നിങ്ങൾക്കൊക്കെ അറിയാം, അഖിലേന്ത്യാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഡൽഹിയിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും ഈ നരേന്ദ്രമോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ, വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിന് DYFIയുടെ നേതൃത്വമായി സഖാവ് മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അവസാനം BJPയുടെ ഒരു വല്ലാത്ത ഒരു പ്രതികരണം നമ്മൾ കണ്ടില്ലേ? വന്ദേമാതരം വിഷയത്തിൽ പ്രതികരിച്ചു. മുഹമ്മദ് റിയാസിൻ്റെ കോലം കത്തിക്കുക ഈ കോഴിക്കോട് BJPക്കാർ. അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഈ നരേന്ദ്രമോദിയുടെയും BJPയുടെയും സംഘപരിവാരത്തിൻ്റെയും ഉദ്ദേശം വളരെ കൃത്യമാണ്. അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അതിനുവേണ്ടി എല്ലാ പിന്തുണയും കൊടുത്ത് അതിന് ഒത്താശ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ ഈ ദാമോദർ മേനോൻ VD അവരൊരുമിച്ചാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്യുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. കേരളത്തിലെ CPMനെയും കേരളത്തിലെ ഇടതുപക്ഷത്തെയും ഒക്കെ വേട്ടയാടുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി. അതിനു മുമ്പ് ഒരു ചാർട്ടേഡ് വിമാനത്തിൽ സന്ദർശനം നടത്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇതിലൊക്കെ ദുരൂഹതയുണ്ടെന്നേ നമുക്ക് കാണാം. ഇവരുടെ EDയോ ഇവരുടെ അന്വേഷണമോ ഒന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെയും DYFI നേതാക്കന്മാരെയും ഇടതുപക്ഷ പ്രവർത്തകരെയും ഒന്നും ഒരടി പുറകോട്ടേക്ക് കൊണ്ടുപോകില്ല. സംഘപരിവാരത്തിനെതിരെ നിരന്തരമായ പോരാട്ടം നടത്തും. ജീവനുള്ള കാലത്തോളം ഏത് അന്വേഷണവും ഏത് പോലീസിനെയും ഏത് അന്വേഷണ ഏജൻസിയെയും നേരിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിലൊന്നൊരു തർക്കവുമില്ല. തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ ഒരു ഇടപാടിനെ കുറിച്ചൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ്. ഒരു 1.25 കോടി രൂപയുടെ ഇടപാട് നേരത്തെ, അതും നിയമപരമായി അക്കൗണ്ടിലേക്ക് വാങ്ങിയ പണമാണ്. നേരത്തെ വാങ്ങിയവരുണ്ടല്ലോ, അവരിപ്പോൾ മന്ത്രിസഭയിലുണ്ടല്ലോ. പണം ലിക്വിഡ് ക്യാഷ് വാങ്ങിയവരുണ്ടല്ലോ. എന്ത് അന്വേഷണം നടത്താത്തത്? അപ്പോൾ ഇതിൻ്റെ പിന്നിലൊക്കെ കൃത്യമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. CPMനെയും ഇടതുപക്ഷത്തെയും ഒക്കെ തകർത്ത് ഇവിടെ അങ്ങ് BJPക്ക് പരവതാനി വിരിച്ചു കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല, നടക്കാൻ പോകുന്നില്ല. വലിയ പ്രതിഷേധം ഉയരും. അല്ല, DYFI വലിയ പ്രതിഷേധ പരിപാടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാർ നയത്തിനെതിരെ പോരാട്ടം സംഘടിപ്പിക്കും. നമ്മൾ നേരത്തെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്താ? എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്നാ? ഇദ്ദേഹം ആരാണെന്ന്? ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവല്ലേ? ഈ EDക്കും ഈ അന്വേഷണ ഏജൻസികൾക്കും ഒക്കെ പിന്തുണ കൊടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നിൽക്കുന്ന ഒരു കാഴ്ചയും വളരെ ഖേദകരമാണ്. അതിനോടൊപ്പം നിൽക്കുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാജ്യത്ത് BJPക്കെതിരെ പോരാട്ടം നയിക്കേണ്ടവർ. ഈ EDക്കും അന്വേഷണ ഏജൻസികൾക്കുമൊക്കെ ഇരയാകുന്ന കോൺഗ്രസ്സുകാരും ഇല്ലേ രാജ്യത്ത്? എന്നിട്ടാണ് അതേ EDക്കും അതേ അന്വേഷണ ഏജൻസികൾക്കും എല്ലാ പിന്തുണയും കൊടുത്ത് ഈ കേരളത്തിലേത് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരും പോകുന്നത്. അതുപോലെ തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെയും നിലപാട്. ഇതെല്ലാം ഈ ജനം പരിശോധിക്കും, ഈ ജനം മനസ്സിലാക്കും, വിലയിരുത്തും. തീർച്ചയായിട്ടും എന്താ തർക്കം? ഇവർ ഈ VD സതീശൻ്റെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ പരിശോധിച്ചോ? സംശയം ജനിപ്പിക്കുന്ന തന്നെയല്ലേ? നിങ്ങൾ പരിശോധിച്ചോ? ഈ പിന്തുണ കൊടുക്കുന്നത് ആരാ? ഇപ്പോൾ വലിയ രീതിയിൽ പിന്തുണച്ച് വലിയ രീതിയിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, നമുക്ക് കാണാമെന്നേ. ഈ പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും ഒന്നും മടിയിൽ ഒരു കനവുമില്ല. എല്ലാവർക്കും അറിയുന്നല്ലേ. അവർ ഈ കേരളത്തിനകത്ത് നടത്തിയ പൊതുപ്രവർത്തനമൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ? അതൊക്കെ രാഷ്ട്രീയമായി
ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതൃത്വത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഈ സംഘപരിവാറിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുന്ന സംസ്ഥാനമായിരുന്നു കേരളം. ആ സംസ്ഥാനത്തിൻ്റെ നേതൃത്വമായിരുന്നു സഖാവ് പിണറായി വിജയൻ. അദ്ദേഹം നയിക്കുന്ന പാർട്ടി എല്ലാം രാജ്യത്തെടുക്കുന്ന നിലപാടുകൾ ഈ BJPക്ക് സംഘപരിവാരത്തിന് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നുണ്ട് വലിയ രീതിയിൽ. അതാ ഈ പ്രശ്നത്തിൻ്റെയൊക്കെ പിന്നിൽ.